ദേണ്ടേ ഈ ഓട്ടോറിക്ഷയുടെ പുറയിലെ തിരക്ക് കണ്ടാ? കുട വെക്കാൻ പോലും ചില സമയത്ത് സമയം കിട്ടത്തില്ല. നല്ല കിടിലം ബിരിയാണി ചെമ്പ് പൊട്ടിയാൽ അരമണിക്കൂറിനുള്ളിൽ കാലിയാവും. ബിരിയാണി വിറ്റ് ഒരു പുതിയ കട എടുക്കാൻ പോവാന്ന് പറഞ്ഞു. ശരിയാണ്, ഒരു കട സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. കച്ചവടമൊക്കെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സനിയൽ. സന്തോഷം. നമസ്കാരം. ഒരു അടിപൊളി ബിരിയാണി പരിചയപ്പെടുത്തട്ടെ. ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കുറവന്തോടാണ് കേട്ടോ. ഇവിടെ കൂടെ ഈ ഒരു ഉച്ച സമയത്ത് വരികയാണെങ്കിൽ ഈ ഓട്ടോയുടെ ഫ്രണ്ട് നല്ല തിരക്കായിരിക്കും. കാരണം ആൾക്കാരൊക്കെ ഹിറ്റാക്കിയിട്ടുള്ളൊരു ബിരിയാണിയാണ് സലാമിക്കയുടെ ഓട്ടോ ബിരിയാണി. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ആ ബിരിയാണിയുടെ രുചിക്കാഴ്ചകൾ കാണാം. നിങ്ങൾ എല്ലാ ദിവസവും ഈ NH-ലൂടെ യാത്ര പോകുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ കാണാൻ പറ്റും. ഈ ഓട്ടോയുടെ ഫ്രണ്ടിൽ തന്നെ നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പരിചയപ്പെടാം. ബിരിയാണി വിറ്റ് ഒരു പുതിയ കട എടുക്കാൻ പോവാന്ന് പറഞ്ഞു. ശരിയാണ്, ഒരു കട സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എവിടെയാണ്? അപ്പോൾ അത് ഞാനിപ്പോൾ കച്ചവടം ചെയ്യുന്നതിന് തെക്ക് വശത്തോട്ട് ആൾക്കാരുടെ ആവശ്യകത വെച്ചിട്ടാണോ പുതിയ കട തുറക്കുന്നത്? തീർച്ചയായിട്ടും. പിന്നെ എങ്ങനെയുണ്ട് ഇക്കടെ കച്ചവടവും കാര്യങ്ങളൊക്കെ? എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സനിയൽ. സന്തോഷം. അത്യാവശ്യം നമ്മുടെ വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് ആൾക്കാർ, ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഒരുപാട് സപ്പോർട്ട് നമുക്കുണ്ട്. ആ സപ്പോർട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താ അറിയാമോ? ഇക്കടെ ബിരിയാണി നല്ല ആയതുകൊണ്ടാണ്. കാരണം എല്ലാവരും കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എന്തുമാത്രം നമ്മൾ ബിരിയാണി ഒരു ദിവസം കൊണ്ടുവരും? ഞാനിപ്പോ ഒരു ദിവസം ഒരു 100-110 പോകുന്നുണ്ട്. ഈ ഓട്ടോ തുടക്കത്തിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോ 30 തുടങ്ങിയത്. ഇപ്പൊ ഒരു 60 വരെയൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ ഒരു 2 വർഷം മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെ അതെ തീർച്ചയായും. ഒരു 100-110 120 തീരും. ഇനി നമ്മളൊരു കടയിലേക്ക് മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ. പിന്നെ ഇതിന്റെ സൗകര്യം എന്ന് പറയുമ്പോൾ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ഈ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. എന്നാലും ഇടാനൊന്നും പറ്റത്തില്ല. എന്തൊക്കെയാ? വണ്ടി ഇടാനുള്ള സാഹചര്യമൊന്നും ഇനി ഇല്ല.